പ്രേക്ഷകരെ പ്രധാനപ്പെട്ട വിവരത്തിലേക്കാണ്. കാര്യവട്ടം 2020-ൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. 46 റൺസിനാണ് ഇന്ത്യൻ ജയം. വിശദാംശങ്ങളുമായി ജയേഷ് പൂക്കോട്ടൂർ ചേരുന്നു. ജയേഷ്, അങ്ങനെ നാട്ടിലെ കളിയിൽ നമ്മൾ ജയിച്ചിരിക്കുന്നു. കളിയെ എങ്ങനെ വിലയിരുത്താം? എത്ര റൺസിനാണ് ജയം? ആവേശകരമായ മത്സരത്തിൽ 46 റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം. ഇന്ത്യ 272 റൺസ് ലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലാൻഡിനെ 235 റൺസ് എടുക്കാനേ കഴിഞ്ഞു. 19.4 ഇന്ത്യൻ ടീം ജയിച്ചിരിക്കുകയാണ്. കാര്യവട്ടത്തെ 2020-ൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ ജയിച്ചിരിക്കുന്നു. 46 റൺസിനാണ് ഇന്ത്യൻ ടീമിന്റെ ജയം. ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയുടെ ഹർഷീപ് സിംഗിന് 5 വിക്കറ്റ് ഉണ്ടായിരുന്നു. ഇതിൽ സഞ്ജുവിന്റെ പ്രകടനവും നമ്മൾ ഉറ്റുനോക്കിയിരുന്നു. പക്ഷേ സഞ്ജു തുടക്കത്തിൽ തന്നെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. സൗമേഷ് കൂടി ചേരുകയാണ്. സൗമേഷ്, അങ്ങനെ വിജയിച്ചിരിക്കുന്നു. കളിയെ എങ്ങനെ വിലയിരുത്താം? റോഷ്നി, ഏറെ റൺമഴ കണ്ട മത്സരത്തിൽ 46 റൺസിലാണ് ഇന്ത്യൻ ടീം വിജയം പിടിച്ചെടുത്തിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 271 എന്ന ഒരു വലിയ സ്കോർ മുന്നിൽ വെച്ചപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ന്യൂസിലൻഡിന് അത് നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന്. പക്ഷേ അവർ പൊരുതി നോക്കിയെങ്കിലും 225 റൺസ് മാത്രമാണ് നേടാനായത്. 5 വിക്കറ്റ് വീഴ്ത്തിയ ഹർഷദീപ് സിംഗ് ആണ് ഒരുപക്ഷെ ന്യൂസിലൻഡിന് തകർത്തത് എന്ന് തന്നെ പറയാം. ഇന്ത്യയെ പോലെ തന്നെ ന്യൂസിലൻഡിനും തുടക്കത്തിൽ ഒരു വിക്കറ്റ് നഷ്ടമായെങ്കിലും ഫിന്നലനും രജിൻ രവീന്ദ്രനും ചേർന്ന് മികച്ച 2ാം വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. ഇതിൽ ഫിന്നലൻ 38 പന്തിൽ 80 റൺസ് മാത്രം എടുത്ത് 8 ബൗണ്ടറിയും 6 സിക്സും അടക്കം 50 റൺസ് എടുത്ത് ഫിന്നലൻ ഇന്ത്യക്ക് ഒരു ഭീഷണിയായി മാറി. എന്നാൽ അക്സർ പട്ടേലാണ് ഫിന്നലിനെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പിന്നീട് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഡാരിൽ മിച്ചലിന് 26 റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത്. ഏറ്റവും ഒടുവിൽ 33 റൺസ് എടുത്ത് ഈഷ് സോദി ഒന്ന് പൊരുതി നോക്കിയെങ്കിലും 225 റൺസിൽ അവരുടെ പോരാട്ടം അവസാനിച്ചു. ഹർഷദീപ് സിംഗ് 4 ഓവറിൽ 51 റൺസ് വഴങ്ങി 5 വിക്കറ്റ് വീഴ്ത്തിയിരിക്കുന്നു. അക്സർ പട്ടേൽ 33 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തി. എടുത്തു പറയേണ്ടത് അവസാന ഓവർ നൽകിയത് ഇന്ത്യൻ ബാറ്ററായ റിങ്കു സിംഗിനാണ്. അങ്ങനെ റിങ്കു സിംഗിന്റെ ഒരു ബൗളിംഗ് പ്രകടനവും കാര്യവട്ടത്തെ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചു. ഒരു വിക്കറ്റ്, അവസാന വിക്കറ്റ് റിങ്കു സിംഗ് വീഴ്ത്തുകയും ചെയ്തു. എന്തായാലും മലയാളികൾ, തിങ്ങിക്കൂടിയ മലയാളികൾക്ക് ഈ മത്സരം ഒട്ടും ഒരു നിരാശ നൽകിയില്ല. ആകെ നിരാശ നൽകിയത് സഞ്ജു സാംസൺ മാത്രമാണ്. 6 റൺസ് എടുത്ത് സ്വന്തം തട്ടകത്തിൽ സഞ്ജു സാംസൺ പുറത്തായെങ്കിലും ഇഷാൻ കിഷൻ എന്ന പോക്കറ്റ് ഡൈനമോ, ഇന്ത്യയുടെ പോക്കറ്റ് ഡൈനമോ 103 റൺസ് എടുത്ത് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് കാര്യവട്ടത്തെ കാണികൾക്ക് മികച്ച ആവേശവും മികച്ച കാഴ്ചയും നൽകി. സൂര്യകുമാർ യാദവ്, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 30 പന്തിൽ 63 റൺസ് എടുത്തു. കഴിഞ്ഞ പരമ്പരയിലൊക്കെ മോശം ഫോമിലായിരുന്ന സൂര്യകുമാർ യാദവിന് ഈ പരമ്പരയിൽ തിരിച്ചു വരാൻ സാധിച്ചു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. കഴിഞ്ഞ മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവ് കാര്യവട്ടത്തും ഒരു 210 റൺ സ്ട്രൈക്ക് റേറ്റിൽ 63 റൺസ് എടുത്തു. ഹാർദിക് പാണ്ഡ്യ 17 പന്തിൽ 42 റൺസ് എടുത്തു. അങ്ങനെയാണ് 271 എന്ന വലിയ സ്കോറിലേക്ക് ഇന്ത്യ എത്തിയത്. 271-ലെത്തുമ്പോൾ ആകെ കൂടി തിളങ്ങാതിരുന്ന ഒരു ബാറ്റർ എന്നത് സഞ്ജു സാംസൺ മാത്രമാണ് എന്നത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ ഇന്ത്യക്ക് എടുത്തു പറയാവുന്ന കാര്യം, അവിടെ ബാക്കപ്പ് ഓപ്പണറായി ഒരുപാട് പേരുണ്ട്. ഇഷാൻ കിഷൻ ഒരുപക്ഷെ ലോകകപ്പിൽ വരുമ്പോൾ ഓപ്പണറായേക്കാം. അങ്ങനെയെങ്കിൽ ഈ ടീം ലോകകപ്പിന് പൂർണ്ണമായും സജ്ജമായിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. രോഷ്നി, ഓക്കെ, എന്തായാലും ഇന്ത്യൻ ടീം ജയിച്ചിരിക്കുകയാണ്. കാര്യവട്ടത്ത് നടന്ന കളി, നമ്മുടെ നാട്ടിൽ നടന്ന ഒരു ക്രിക്കറ്റ് ആവേശം നമ്മൾ കണ്ടതാണ്. അതിലിപ്പോൾ ടീം ഇന്ത്യ ജയിച്ചിരിക്കുന്നു. വലിയ ആവേശം, അത് അലകടലായിരുന്നു. പ്രത്യേകിച്ച് സ്റ്റേഡിയത്തിൽ തന്നെ ആരാധകരുടെ കുത്തുഴക്കായിരുന്നു. അതിലെന്തായാലും ഇന്ത്യൻ ടീമിന്റെ ജയം അത് വലിയ ആഘോഷമായി തന്നെ മാറുകയാണ്. 46 റൺസിനാണ് ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് വിജയം നേടാനായിട്ടുള്ളത്. അങ്ങനെ കാര്യവട്ടം 2020-ൽ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കുകയാണ് ആരാധകരും. സ്റ്റേഡിയത്തിൽ നിന്നും വലിയ ആവേശമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ അർദ്ധ സെഞ്ചുറി നേടുകയായിരുന്നു. എന്തായാലും ഇന്ത്യൻ ടീം ജയിച്ചതിന്റെ ആഘോഷത്തിലാണ് ആരാധകർ.